ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ബിജെപി RSS പ്രവർത്തകരായ വിജിത്, ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കൊടി സുനി, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെ 16 CPIM പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. തെളിവുകളും സാക്ഷികളും കെട്ടിച്ചമച്ചതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടെന്ന് പ്രതിഭാഗവും അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു. കണ്ണൂർ ചർച്ച ചെയ്ത നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്ന്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് തുടക്കം മുതൽ ആരോപണമുയർന്ന കേസ്. സാക്ഷികളും തെളിവുകളുമെല്ലാം കെട്ടിച്ചമച്ചതെന്ന പ്രതിഭാഗം വാദം ഒടുവിൽ വിജയം കാണുകയാണ്. മെയ് 28 മാഹി കോടതിയിൽ സാക്ഷിവിസ്താരം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വിജിത്, ഷിനോജ് എന്നിവർ കൊല്ലപ്പെടുന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും ബോംബെറിഞ്ഞ് വീഴ്ത്തിയെന്നും രക്ഷപ്പെടാൻ ഓടിയപ്പോൾ വാളുകൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. 1 മുതൽ 6 വരെയും 10 മുതൽ 14 വരെയുമുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ സുനിയും ഷാഫിയും ഉൾപ്പെടെ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഇവർ പിന്നീട് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായി BJP RSS പ്രവർത്തകരെയാണ് സാക്ഷികളാക്കിയതെന്നും ബോംബ് സ്ഫോടനം നടന്നതിനോ ഉപയോഗിച്ച ആയുധങ്ങൾക്കോ കൃത്യമായ തെളിവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ. ഈ കേസിൽ പ്രതികൾക്കെതിരെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റക്കാരല്ലെന്ന് കണ്ട്. 15 പേരുകൾ പറഞ്ഞതിൽ 13 പേരും ഇന്ന് കോടതിയിൽ വിചാരണ നേരിട്ട പ്രതികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോസിക്യൂഷൻ നേരിട്ട പരാജയത്തിന്റെ ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം. പോലീസ് അന്വേഷണത്തിലെ വീഴ്ച സൂചിപ്പിച്ചായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ P. പ്രേമരാജന്റെ പ്രതികരണം. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് കൊലപാതകം നടന്നത്. അന്നത്തെ തലശ്ശേരി DYSP പ്രിൻസ് എബ്രഹാമാണ് കേസിന്റെ ഭൂരിഭാഗവും അന്വേഷിച്ചതെന്നും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും പ്രോസിക്യൂഷൻ. സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടുകൂടി പ്രതികളെ വെറുതെ വിട്ടു എന്നും ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതും തികച്ചും നിരാശാജനകമാണ്. ഈ കേസിലെ 1-ാം പ്രതി സുജിത്ത്, അദ്ദേഹം CPM നേതാവിൻ്റെ മകനാണ്. അദ്ദേഹം മാസങ്ങൾക്ക് ശേഷം കോടതിയിൽ സറണ്ടർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ പോലും വാങ്ങിയിട്ടില്ല. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു മാഹി ഇരട്ട കൊലപാതകം. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നെന്ന് BJPയും RSSും ആരോപിച്ചിരുന്നു. ൽ കൊലപാതകം നടക്കുമ്പോൾ ഭരിക്കുന്നത് LDF. പോലീസിന്റെ ഇടപെടലും ഭരണസ്വാധീനവുമെല്ലാം ചൂണ്ടിക്കാണിച്ച് അപ്പീലിനൊരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. എന്നാൽ ബോംബ് സ്ഫോടനം നടന്നതിന്റെ തെളിവോ ആയുധങ്ങൾ കണ്ടെത്തിയതിലെ ആധികാരികതയോ ഇപ്പോഴും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കണ്ണൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.